സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ച KSEB അധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രിക്കണമെന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. അതിനിടെ വൈദ്യുതി ഉപഭോഗം വീണ്ടും റെക്കോർഡ് കടന്നു. സുനിഷ അയലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയലൂർ, ഗുഡ് ഈവനിംഗ്. എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ? സുജയ, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ യോഗത്തിലായിരുന്നു ലോഡ് ഷെഡിംഗ് വേണ്ട എന്നൊരു കാര്യം സർക്കാർ പറയുന്നത്. പിന്നാലെ തന്നെ KSEBയോട് ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ KSEB ഒരു ബോർഡ് യോഗം ചേർന്ന് ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ വൈദ്യുതി ഇല്ലാത്തതല്ല, പകരം ഈ വൈദ്യുതിയുടെ ഡിമാൻഡ് ആവശ്യകത കൂടിയതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനടക്കം കാരണമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധി മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള വൈദ്യുതി നിയന്ത്രണം അത്യാവശ്യമാണ് എന്നതാണ് KSEB പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ലോഡ് കൂടുന്ന ഇടങ്ങളിൽ മേഖല ക്രമീകരിച്ചുകൊണ്ട് തന്നെ വൈദ്യുതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ക്രമീകരണം ഏർപ്പെടുത്തുക എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. പ്രധാനമായും ഈ വിഷയം അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് അടക്കമുള്ള വിഷയം ഏറ്റവും കൂടുതലായി കണ്ടത് മലബാർ മേഖലകളിൽ തന്നെയായിരുന്നു. ഈ പ്രതിഷേധം അടക്കം ശക്തമായി കാണുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് മലബാർ മേഖലകളിലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലായിരിക്കും കൂടുതൽ നിയന്ത്രണം വരിക. പക്ഷേ എപ്പോൾ അത് എങ്ങനെ എന്നതിലടക്കം തീരുമാനം പിന്നീട് അറിയിക്കും. ഒരു സർക്കുലറായി തന്നെ KSEB അറിയിക്കും എന്നതാണ്. അതിനു പുറമെ പീക്ക് ടൈം ആവശ്യകത, ഒരുപക്ഷേ നേരത്തെ 6 മണി മുതൽ പുലർച്ചെ എന്ന രീതിയിലുള്ള ഈ സമയത്ത് ഈ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒപ്പം തന്നെ ഉപഭോക്താക്കൾക്കടക്കം നിർദ്ദേശം നൽകുക എന്നതുകൂടിയാണ് KSEB ആലോചിക്കുന്നത്. ഏതായാലും ഈ പ്രതിസന്ധി മറികടക്കാനുള്ള വഴികൾ KSEB തേടുമ്പോൾ തന്നെ ഓരോ ദിവസവും വൈദ്യുതി കണക്കും ഉപയോഗവും റെക്കോർഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുജയ, താങ്ക് യു. സുനിഷ അയ്യല്ലൂരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.